ഹലോ ഫ്രണ്ട്സ്, MR9 വേൾഡിന്റെ വേറെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 2 എല്ലാവർക്കും എന്തെന്ന് അറിയാലോ. മാർച്ച് 2 ഇന്നെന്റെ പിറന്നാളാണ്. മാർച്ച് 2 രണ്ടോട്ടം മാർച്ച് 2 യൂട്യൂബ് കണ്ട്. ഇന്ന് മാർച്ച് 2 ഞാൻ ഒന്ന് പറയുന്നത്, ഇന്ന് മാർച്ച് 2 ലാസ്റ്റ് ഞാൻ കേക്ക് കട്ട് ചെയ്യും. പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യൂല. ഇന്ന് ലാസ്റ്റ് ആയിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോകും. ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ നമുക്ക് കാണാം. ഇനി മുതൽ ഞാൻ ഒരു പിറന്നാൾക്ക് കേക്ക് കട്ട് ചെയ്യില്ല. കാരണം ഇന്നത്തെ മാർച്ച് 2 ഞങ്ങൾക്ക് 18 വയസ്സാണ്. ഇന്നത്തെ മാർച്ച് 2 18 വയസ്സായി. എനിക്ക് 18 വയസ്സായി. ഇന്നത്തെ മാർച്ച് 2 18 വയസ്സ്. ഇന്നത്തെ മാർച്ച് 2 ഇനി മുതൽ ഞാൻ ഈ മാർച്ച് 2 ഇന്ന് 2025 മാർച്ച് 2 ഞാൻ കേക്ക് മുറിക്കും. അത് നമ്മൾ പിന്നെ കാണാം. കേക്ക് മുറിക്കില്ല കാണാം. ഇന്നത്തെ മാർച്ച് 2 ഞാൻ കേക്ക് മുറിച്ചിരിക്കും. ഇനി 2026 2027 അതിലൊരു മാർച്ച് 2 കേക്ക് കട്ട് ചെയ്യേ ചെയ്യില്ല, കേക്ക് മുറിക്കേ ചെയ്യില്ല. ആ മാർച്ച് 2 ഇന്ന് ഞാൻ എന്തായാലും ബർത്ത്ഡേ കേക്ക് മുറിക്കും. കാരണം ബർത്ത്ഡേ കഴിക്കുന്ന ഹറാമാന്ന് പറയുന്നത്. ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ഹറാമന്നെ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന സിക്ക് ഹറാമന്നെ. കേക്ക് മുറിക്കുന്ന ഹറാമന്നെ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന കേക്ക് മുറിക്കുന്നല്ല ഹറാമന്നെ. അല്ല ഹറാമ്. നമ്മൾ ഒരിക്കലും ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പാടില്ല. ബർത്ത്ഡേ പിറന്നാൾ ആഘോഷിക്കാൻ പാടില്ല കേക്ക് മുറിച്ചിട്ട്. പക്ഷെ ഇന്ന് ലാസ്റ്റ് ആയിട്ട് ആ ഒരു കേക്ക് മുറിക്കും. ഈ 2025 ഈ 18 വയസ്സിൽ. പിന്നെ 19 വയസ്സിൽ തന്നെ 2026 27 ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഒരിക്കലും കേക്ക് മുറിക്കില്ല. ഇത് ലാസ്റ്റ് ആയിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നേക്കും. ഞാൻ വാക്ക് അറിയാൻ നമുക്ക് പിന്നെ കാണാം രാത്രി സമയത്ത്. കാരണം രാത്രി സമയത്ത് എന്താണെന്നറിയാം, ഇന്ന് റമലാൻ മാസം നോമ്പിന് ആദ്യത്തെ നോമ്പല്ല. മാർച്ച് 2 ഒന്നാമത്തെ നോമ്പ്. മാർച്ച് 2 ഒന്നാമത്തെ നോമ്പാണ് ഇന്ന് റംലാൻ മാസം. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ സാധിക്കില്ല, കാരണം റംലാൻ മാസം നോമ്പാണ്. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തെങ്കിൽ നോമ്പ് പോകുന്നതേക്കും. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് രാത്രി സമയത്ത് കാണണം കേക്ക് കട്ട് ചെയ്യുന്നത്. നമുക്ക് രാത്രി നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട്, റംലാൻ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട്, നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട്, ബാങ്ക് കൊടുത്ത് നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 6:15 സമയം. ഇപ്പോൾ 6:15. ആ നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട് ആ സമയം കേക്ക് കട്ട് ചെയ്യുന്ന കാണുള്ളൂ. അപ്പം നമുക്ക് കാണാം. ഓക്കെ, രാത്രി സമയത്ത് നമുക്ക് കേക്ക് മുറിക്കുന്ന കാണണം. മനസ്സിലായില്ല? ഇപ്പോൾ നോമ്പായോണ്ടാണ്. ഞാൻ ഒരു ബർത്ത്ഡേ ആവശ്യത്തിലാണ് പറഞ്ഞത്. ഇനി 18 വയസ്സിലാണ് ബർത്ത്ഡേ ഇതാക്കും. 19 വയസ്സിലാകുമ്പോൾ ഇനി ഒരു കേക്ക് വരെ മുറിക്കില്ല. ഓക്കെ, ഇനി പിറന്നാളെ നോമ്പ് നമുക്ക് ഫസ്റ്റ് മുറിക്കാം. എന്നിട്ട് നമുക്ക് പിറന്നാൾ കാണാം. ഇനി നമുക്ക് നോമ്പിനെ കുറിച്ച് പറയാൻ. ഇത് ഈത്തപ്പായ അപ്പാണ് ഇവിടെ നോമ്പ് മുറിക്കാനായിട്ടുള്ളത്. ഈത്തപ്പായ അപ്പം. പിന്നെ ഇവിടെ എന്റെ പിറന്നാൾക്ക് നോക്കിക്കോ. എന്റെ പിറന്നാൾ കണ്ട ചിക്കൻ മന്തി പിറന്നാൾക്ക് കണ്ട. ഇതാ ചിക്കൻ മന്തി, പിറന്നാൾ ചിക്കൻ മന്തി. കണ്ട ഇവിടെ എല്ലാം. ഇതെന്ത് സംഭവിക്കും? ചൂടുണ്ട്. ഇത് ഉണക്ക് അറിയാനേട്ടാ. ഇനി ഫ്രിഡ്ജിലും ഉണ്ട്. ഫ്രിഡ്ജിലും കാണിച്ചാൽ എന്താ സംഭവം. ഫ്രിഡ്ജിലും നോമ്പറക്കാൻ ബത്തക്ക വെള്ളം അതിൽ വെച്ചിട്ടുണ്ട്. ബത്തക്ക വെള്ളം മുസംബിയാണ് ഇത് നോമ്പറക്കാന്. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആ റെഡ് വെൽവെറ്റ് കേക്ക് ഇത്. പിന്നെ ഇവിടെയുണ്ട് ലഡു പേട മേടിച്ചാണ്. ഇതാ പേട പുല്ലുമുട്ടായെല്ലാം മേടിച്ച് വെച്ചാണ് വറുത്തതായോണ്ട്. ഇതെവിടെ പച്ച ഗ്രീൻ മുന്തിരിങ്ങയുണ്ട്. ഗ്രീൻ മുന്തിരിങ്ങ. ആ കേക്ക് കട്ട് ചെയ്യുമ്പോ കാണാട്ടാ. ഞാൻ നേരത്തെ വന്ന ബത്തക്ക വെള്ളം, കസ്കസും വെള്ളം, ബത്തക്ക വെള്ളമുണ്ട്. മുസംബി, ഗ്രീൻ മുന്തിരിങ്ങ. നോമ്പുറക്കാൻ ഇത്ര സാധനം. നോമ്പുറക്കാനില്ല സാധനമുള്ളത്. നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞിരിക്കും. നോമ്പെല്ലാം മുറിച്ച് അന്ന് ഈ 4 സാധനം ബർത്ത്ഡേന്റെ ഞാൻ മേടിച്ചാണ്. ഇത് ലഡു, ഇത് പേട, ഇതൊരു പുല്ലുമുട്ടായിരിക്കും. ഈ വൈറ്റ് ഇത് പുല്ലുമുട്ടായിരിക്കും. ഇത് ഈ മഞ്ഞ കളറ് മനസ്സിലാക്കും. പേട, ലഡു,
എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മേടിച്ചത് കണ്ട പാടാ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, പിറന്നാളൊക്കെ ആക്കിയ ചിക്കൻ മന്തിയാണ് ഇത്. പിറന്നാളും അല്ല, റംലാ മാസം നോമ്പിനും ആക്കിയ ചിക്കൻ മന്തിയാണ്. പിറന്നാളും റംലാ മാസം നോമ്പിനും രണ്ടും ചിക്കൻ മന്തി ആക്കിയ, രണ്ടും കൂടി ചിക്കൻ മന്തി ആക്കിയതാണ് പിറന്നാളും നോമ്പും. അപ്പൊ നമുക്ക് ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കണം. ചിക്കൻ മന്തിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കേണ്ടിയാണ്. നമുക്ക് നോക്കാം ചിക്കൻ മന്തിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്. നല്ല മന്തി എന്ത് സാരല്ലോ, നല്ല മന്തി. ഹലോ ഫ്രണ്ട്സ്, ഇന്നെന്താ പിറന്നാള് റെഡ് വെൽവെറ്റ് കേക്കാണ് ഇവിടെ. ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മുന്നോന്ന് എഴുതിയിട്ടുണ്ടല്ലേ. നമുക്ക് ഇനി ബർത്ത്ഡേ കേക്ക് കുടിച്ചാൽ ഞാൻ പറയുന്നത് ഇനി ലാസ്റ്റ് ഇനി ഒരു ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കില്ല. അറാമെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് കേക്ക് മുറിക്കുന്ന അറാമാണ്. ഇത് ലാസ്റ്റ് എന്റെ 18 വയസ്സില്ല കേക്ക് കട്ട് ചെയ്യുന്നാല് എനിക്ക് ഒരു കേക്കും കട്ട് ചെയ്യില്ല കേട്ടോ. നല്ല പാങ്ങ് റെഡ് വെൽവെറ്റ് കേക്ക്. ഇത് റെഡ് വെൽവെറ്റ് എന്ത് പാങ്ങല്ലോ, നല്ല ടേസ്റ്റ് ഈ റെഡ് വെൽവെറ്റ് കേക്ക്. റമലാൻ പിറന്നാൾ ആഘോഷങ്ങളിൽ ഇവിടെ റംലാ മാസം നോമ്പ്. പിറന്നാൾ ആഘോഷമല്ല, ജന്മദിനം. റംലാ മാസന്റെ 1ാമത്തെ നോമ്പിൽ തന്നെ ഈ ജന്മദിനം, എന്റെ ബർത്ത്ഡേ തന്നെ 1ാമത്തെ നോമ്പ്. അപ്പൊ എന്താണ് പറയേണ്ടത്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാക്കാം ഡിസ്ലൈക്ക് ചെയ്യണ്ട. ആദ്യമായിട്ട് കാണുന്നവർ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. പിന്നെ തൊട്ട് കാണുന്ന ബെല്ലേക്കും കൂടി മുകളിൽ അമർത്തണം. അപ്പൊ നമ്മൾ അപ്പോൾ ചെയ്യുന്ന കൂടി വിളിക്കും. പിന്നെ എന്തെങ്കിലും മറുപടി തരാണെങ്കിൽ ആടെ കമന്റ് ചെയ്യണം. എല്ലാം ചെയ്താല്, ഞാൻ പറഞ്ഞ എല്ലാം ചെയ്താല് നോട്ടിഫിക്കേഷനിൽ കിട്ടുന്നേക്കും. അപ്പൊ അടുത്ത വീഡിയോ പോയി കാണാം. ബൈ ബൈ. റംലാ മാസം നോമ്പ് ഹാപ്പി ബർത്ത്ഡേ അല്ല പറയുന്നത്. അത് എന്തിപ്പോ പറയണം? റംലാ മാസം നോമ്പ് എന്ന് പറയാം. നമുക്ക് ഇത് ഹാപ്പി ബർത്ത്ഡേ അല്ല, റംലാ മാസം നോമ്പ് എന്ന് പറയാം. അപ്പുറത്തെ വീഡിയോ പോയി കാണാം. ബൈ ബൈ. റംലാ മാസം ഇനി മാർച്ച് 2 1ാമത്തെ നോമ്പ്.